വജ്ര രചന ഹിമാ നവീൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. ചിരിയോടെ പറഞ്ഞ് ബൈക്ക് സ്റ്റാർട്ടാക്കാൻ തുടങ്ങും മുമ്പേ ദായിന്ന് നേർമയോടെ വിളിച്ച വജ്രയെ ചോദ്യഭാഗത്തിൽ അവനെ നോക്കി. എനിക്കൊരു കാര്യം പൂർത്തിയാക്കാൻ തുടങ്ങും മുമ്പേ കൈത്തണിയിൽ പതിയാരോ തല്ലി ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ ജനിയാണ്. പറയാമെന്ന് മുറിഞ്ഞുപോയ സങ്കടത്തിൽ വജ്ര നെടുവീർപ്പെട്ടുകൊണ്ട് ആള് നോക്കി പുഞ്ചിരിച്ചു. ഡോ ഓർക്കുന്നുണ്ടോ എന്നെ? അന്നെപ്പോഴാ പള്ളിയിൽ നിന്ന് പോയി? വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയുള്ള ചോദ്യം കേട്ട് ചിരിയോടെ അവിടെ കൈപ്പിടിക്കുമ്പോൾ പ്രണവിന്റെ നെറ്റി വിളിയുന്ന വജ്ര കണ്ടിരുന്നു. പള്ളിയിൽ എപ്പോൾ പോയി എന്ന ചോദ്യമാണ് ആ കണ്ണിൽ. ഉത്തരമുണ്ട് കയ്യിൽ. പക്ഷേ ജനിയുടെ സാന്നിധ്യം കൊണ്ട് അത് പറഞ്ഞു തുടങ്ങാനുള്ള സാഹചര്യമില്ല. പ്രണവ് എന്തോ ചോദിക്കാൻ വരുമ്പോഴാണ് അവന്റെ ഫോൺ റിങ് ചെയ്ത്. സ്ക്രീനിലേക്ക് നോക്കി 1 മിനിറ്റ് എന്ന് പറഞ്ഞ പ്രണവ് കുറച്ചപ്പുറത്തേക്ക് നീങ്ങുന്ന നേരം ജനി വജ്രയുടെ കൈ പിടിച്ച് എബിയുടെ അടുത്തേക്ക് ധൃതിയിൽ നടന്നിരുന്നു. എതിർത്തില്ല അവൾ. ആ മുമ്പിൽ പോയി നിൽക്കാൻ മനസ്സുകൊണ്ട് അത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്നു. പ്രണവ് പിന്തിരിഞ്ഞ് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ തിരിഞ്ഞു നോക്കുന്നതിൽ നോക്കട്ടെ, എല്ലാം അവൻ അറിയാൻ നിമിത്തമാവട്ടെ എന്നൊക്കെ വാശിയോടെ മനസ്സ് വിളിച്ചു പറയും പോലെ തോന്നി. അതിലെ എബിയോ ആഗ്രഹിക്കുന്നത് റോഡാണെന്നോ ആൾക്കാരുണ്ടെന്നോ ഒന്നും അവളെ ബാധിക്കില്ലെന്ന പോലെ ഒരുതരം കരുത്ത് നേടിയെടുത്തിരുന്ന അപ്പോഴേക്കും അവളുടെ മനസ്സ്. കപ്പ്യാരും ജോണി ചേട്ടനും ജനിക്കൊപ്പം മുന്നിൽ വന്ന് നിൽക്കുന്ന വജ്രയെ നോക്കി കുശലം ചോദിക്കും പോലെ ചിരിയോടെ എന്ന് തലയാട്ടി. അരികിൽ നിൽക്കുന്ന എബി ഉയർന്ന തന്റെ ഹൃദയമിടിപ്പിന്റെ ശബ്ദം അവൾ കേൾക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു പോയിരുന്നു. ആരെയോ വിളിക്കുകയാണെന്ന് കാണിച്ച് ഫോൺ കാതിലേക്ക് ചേർത്ത് വെച്ച് മറ്റെവിടേക്കോ നോക്കിൽക്കുന്ന എബിയെ തന്നെ ഉറ്റുനോക്കി അവൾ നിൽക്കുമ്പോൾ ആ ചുണ്ടിൽ വേദനയോടെ ഒരു ചിരി വിരിഞ്ഞു. ഫോൺ ഓഫാക്കി വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു നാടകം കാണിക്കുന്നത്. എബി മൗനമായി അവൾ വിളിക്കുന്ന കേൾക്കാമായിരുന്നു. അവന് നെഞ്ചു വലിഞ്ഞു മുറുകും പോലെ തോന്നി. പക്ഷെ വാശി, അപ്പുറത്ത് പുറത്തിരിഞ്ഞു നിൽക്കുന്നവനുള്ള അമർഷം, അതൊക്കെ ഉള്ളിൽ കിടന്ന് പുകയുന്നതുകൊണ്ട് അവളിലേക്ക് അബദ്ധവശാൽ പോലും ഒരു നോട്ടം നൽകാതെ വർത്തമാനം പറയുന്ന ജോണി ചേട്ടന്റെയും കപ്പ്യാരുടെയും മുഖത്തേക്ക് നോക്കി ചിരിയോടെ നിന്നു. അല്പനിമിഷം കഴിഞ്ഞതും അവരിരുവരെ യാത്ര പറഞ്ഞു പോയി. എബി നിന്റെ ഫ്രണ്ട് ഒറ്റയ്ക്കല്ല കേട്ടോ, കൂടെ ഒരു ചുള്ളൻ ചെക്കനുണ്ട്. ഇതോ കണ്ടോ അവിടെ ഫോൺ വിളിക്കുക. ആ നേരെ വിളിക്ക് പൊക്കിയതാ ഞാൻ. നെറ്റിയിലെ ചന്ദനം ചാർത്തുന്ന പുള്ളിയുടെ കണ്ണിലെ സന്തോഷമൊക്കെ ഞാൻ കണ്ടു. ഒരു പ്രണയം മണക്കുന്നുണ്ടല്ലോ മാഷേ. വജ്രക്കുട്ടിയുടെ രാജകുമാരാണോ ഇനിയത്? എബിയും വജ്രയും ഒരുമിച്ചാണ് ശബ്ദമുയർത്തിയത്. ജനി ഞെട്ടി കണ്ണുമിഴിച്ച് നോക്കിപ്പോയി രണ്ടുപേരെയും. എബിക്ക് മുഴുവൻ കൺട്രോളും പോകുമെന്ന അവസ്ഥയാണ്. കളിയായി പോലും തന്നെയും പ്രണവിനെയും ചേർത്ത് ചിന്തിച്ചുള്ള അങ്ങേയറ്റത്തെ കളിയിലായിരുന്നു വജ്ര. അതിന്റെ ബെസ്റ്റ് ഫ്രണ്ടാ ജനി, പ്രണവ്. ഉള്ളിൽ അമർഷം കടിച്ചു പിടിച്ച് ഗൗരവത്തോടെ വജ്ര പറഞ്ഞു കേട്ട് ക്ഷമാപണം പോലെ ജനി അവളുടെ കയ്യിൽ പിടിക്കുമ്പോൾ എബിയുടെ ദേഷ്യം തെല്ലൊന്ന് അയഞ്ഞിരുന്നു. ഐ ആം സോറി വജ്ര, ഞാൻ ചുമ്മാ കളിയായിട്ട്. സോറി, തനിക്ക് ഹേർട്ടായതിന് 1000 സോറി ഡോ. സാരമില്ലെന്ന് പറയുമ്പോൾ മൃദുവായി ചിരിച്ച് എബിയുടെ മുഖത്തേക്ക് ദയനീയമായി അവളെ നോക്കി. മറ്റെങ്ങോ നോക്കി നിൽക്കുകയാണ് അവൻ ഇപ്പോഴും. തന്നെ നെഞ്ചിലിടിച്ച് പരാതി പറഞ്ഞ് പരിഭവം ചൊരിഞ്ഞ് എന്നെ നോക്കിയെന്ന് പറയാതെ പറയുന്നവളെ കൺകോണിൽ കണ്ടിട്ടും ഫോണിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു. ജനി സംശയത്തോടെ രണ്ടുപേരെയും നോക്കി. ഇരുവർക്കുമിടയിലെ നിശബ്ദത, തന്നെ കാണിക്കാൻ വേണ്ടി മാത്രം ചിരിക്കുന്ന ചിരി. നേരത്തെ നോ എന്ന് ഉറക്കി ഒരുമിച്ച് പറഞ്ഞത് എല്ലാം കൂടി വായിക്കേ ജനിയുടെ ചുണ്ടിലൊരു കുസൃതി ചിരി വിരിഞ്ഞു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിണക്കത്തിലാണ്. എന്നാ പിണങ്ങിയിരിക്കാൻ പറ്റില്ല താനും. വിട്ടുകൊടുക്കാൻ മനസ്സില്ല, എന്നാൽ വിട്ടു പോവാനും ആവില്ല. അതാണ് രണ്ടിനെയും നിൽപ്പും പാവും. അല്ല, നീ വയനാട്ടിലേക്ക് പോകണമെങ്കിൽ ക്ലാസ്സൊക്കെ മിസ്സാവൂലേ? മാത്യൂസ് നിങ്ങൾ ഷോപ്പ് വിട്ട് ഇത്രയും ദിവസമൊക്കെ അവിടെ നിൽക്കാന്ന് വെച്ചാ സത്യം പറയടാ, നിന്നെ പെണ്ണാടിക്ക് വല്ലതും കൊണ്ടുപോകണം ഇനി? ജനി രണ്ടുപേരെയും അർത്ഥം വെച്ച് ഇരിച്ചുകൊണ്ട് ചോദിച്ച ആ നിമിഷം കണ്ണിലിരുണ്ടുകൂടിയ നീർത്തുള്ളിയ വിരൽ തുമ്പുകൊണ്ട് ധൃതിയിൽ തട്ടിത്തെറിപ്പിച്ച് അവിശ്വസനീയതയോടെ സങ്കടത്തോടെ എബിയുടെ മുഖത്തേക്ക് നോക്കി വജ്ര. ആ നിമിഷം അവനും വാശിയായിരുന്നവന്റെ കണ്ണിലെങ്കിൽ അവളുടെ ആ ഒരു നോക്കിൽ ആ വാശി നെഞ്ചു പിടയുന്ന നോവിലേക്ക് ചാഞ്ഞു. എന്നെ ഇവിടെ വിട്ട് കരയാൻ വിട്ടിട്ട് തനിച്ചാക്കിയിട്ട് പോവാണോ എബി? മൗനമായി ചോദിക്കുന്നവളുടെ കണ്ണിലേക്ക് നോക്കാനാവാതെ അവൻ പെട്ടെന്ന് പിന്തിരിഞ്ഞെന്ന് ഫോൺ എടുത്ത് കുറച്ചപ്പുറത്തേക്ക് മാറി നിന്നു. തൊണ്ടയിലേക്ക് ഒരുങ്ങിയിരുന്ന തേങ്ങൽ അടക്കി പിടിച്ച് നിൽക്കുമ്പോൾ എബി എന്തിനിങ്ങനെ വാശി കാണിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. എബിയുടെ പ്രവൃത്തിയും തലതാഴ്ത്തി നിൽക്കുന്ന വജ്രയുടെ സങ്കടവും കണ്ട് ജനിക്ക് ദേഷ്യം വന്നു. എബിക്കടുത്തേക്ക് പോയി അവനെ ബലമായി പിടിച്ചുകൊണ്ടുവരാൻ മുന്നോട്ടായി മുമ്പേ നാട്ടുകാരിൽ കുറച്ചുപേർ കൂട്ടമായി ഓടി വരുന്ന കണ്ടു. മോളെ അറിഞ്ഞോ, ആ ചീറ്റാരിക്കലാരുടെ തുണിക്കടക്ക് തീ പിടിച്ചു. പ്രസാദ് അത് കേട്ട് കുഴഞ്ഞു വീണുന്നാ കേട്ട്. വജ്രയുടെ അരികിലെത്തിയതും ആരൊരാൾ പറഞ്ഞു കേട്ട് ഉള്ളി വരച്ചു പോയവൾക്ക് പ്രണവിന്റെ വല്യച്ഛൻ. ജനിയുടെ മുഖത്തേക്ക് നോക്കി ഞെട്ടിലോടെ പറഞ്ഞുകൊണ്ട് വെട്ടിത്തിരിഞ്ഞവൾ നോക്കി. ഫോൺ ചെയ്തുകൊണ്ടിരുന്ന പ്രണവ് വെപ്രാളത്തോടെ ഭയത്തോടെ വീണ്ടും ആരൊക്കെയോ വിളിക്കുന്നുണ്ട്. മുന്നിലായി അപ്പുറത്ത് ജനിയുടെ കൂടെ നിൽക്കുന്ന വജ്രയിലേക്ക് കണ്ണെത്തിയതും മറ്റൊന്നോർക്കാതെ ബൈക്ക് എടുത്തവൻ ആൾക്കരിയിലേക്ക് പാഞ്ഞു. എബി അപ്പോഴേക്കും അവന് മുഖം കൊടുക്കാതെ കുറച്ചപ്പുറത്തേക്ക് മാറിന്ന് വഴിയിലൂടെ പോയ പരിചയമുള്ള ഒരാളെ സംസാരിക്കാൻ പിടിച്ചിരുത്തിയിട്ടിരുന്നു. നാട്ടുകാർ പറഞ്ഞ അവനും കേട്ടതാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇനിയൊരു വാക്പോന് ഇടയുണ്ടാക്കരുതല്ലോ. വജ്രയുള്ള സമീപനം കാരണം പ്രണവ് സാഹചര്യം മറന്ന് സംസാരിക്കും.
അത് കേട്ടാൽ പിന്നെ തനിക്ക് തന്നെ സ്വയം പിടിച്ചെത്താൻ സാധിക്കില്ല. അതോർത്താണ് മാറി നിൽക്കുന്നത്. ജനി ഇതെല്ലാം കണ്ട് മിഴിച്ചു നിൽക്കുകയാണ്. വജ്ര, വലിയച്ഛൻ്റെ അവസ്ഥ ഷോപ്പ്, ഞാനും എൻ്റെ ദോഷവും കേൾക്കുന്നുണ്ടായിരുന്നു പ്രണവ്. വജ്രയുടെ കൈ കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്. മിണ്ടരുത്, അവൻ്റെ ഒരു ദോഷം. രാജേട്ടൻ പറഞ്ഞു പോയുള്ളൂ വലിയച്ഛന് ബോധം വന്നു എന്ന്. ഒന്നും പറ്റില്ലടാ, നീ പോയോ, പേടിക്കല്ലേ, ഒന്നും വരില്ല പ്രണവ്. ട്രസ്റ്റ് മീ, ചെല്ല്. അവന്റെ കാവലിൽ തട്ടി അവൾ പറഞ്ഞു കേട്ട് ആ കൈ അമർത്തി പിടിച്ച് നെറ്റിയിലേക്ക് മുട്ടിച്ചുകൊണ്ടാണ് ബൈക്ക് അതിവേഗത്തിൽ ഓടിച്ചു പോയി. എബി അപ്പുറത്ത് പുറംതിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അവന്റെ കാഴ്ചയിൽപ്പെട്ടിരുന്നില്ല അത്. അത്രയധികം പരിഭ്രാന്തിലായിരുന്നു പ്രണവ്. പറയാനുള്ളതൊക്കെ വീണ്ടും തട്ടിമാറ്റി നിമിത്തങ്ങൾ തന്നെ വീണ്ടും പരീക്ഷിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ ശ്വാസം നീട്ടിയെടുത്ത് വച്ച കണ്ണൊന്ന് പതിയെ അടച്ചു തുറന്നു. നീ കേറുന്നുണ്ടോ ജനി? എനിക്ക് പോകാൻ നേരായി, പപ്പയമ്മയും കാത്തുക്കുന്നുണ്ടാവും. കടുപ്പമേറിയ എബിയുടെ ശബ്ദം കേട്ട് നിസ്സഹായതയോടെ വജ്ര തിരിഞ്ഞു നോക്കി. ജെനി അവനെ കൂർപ്പിച്ച് നോക്കി. ആളെന്തോ പറയാമെന്നോ ജെനിയുടെ കൈയുള്ള കവറെല്ലാം പിടിച്ചു വാങ്ങി ബൈക്കിലേക്ക് എടുത്തു വെച്ചിരുന്നു അവൻ. ആ സമയത്ത് തന്നെയാണ് ജെനിക്ക് അവളുടെ റിലേറ്റീവിന്റെ കോള് വരുന്നു. ദേ വരുന്നു, ഒരു 2 മിനിറ്റ്. അത്രയും പറഞ്ഞ് കോൾ കെട്ടി ദയനീയമായി വജ്രയെ നോക്കിയവൾ. കരയിൽ നിന്ന് വാശി പിടിച്ച് ചങ്ക് ഇറങ്ങി നിൽക്കുന്ന അവളെ കണ്ട് വല്ലാത്ത സങ്കടം തോന്നി. ഇരുവർക്കും മുന്നിൽ കാണുന്ന അകൽച്ച ഇല്ലാതാക്കണമെന്ന് നിശ്ചയിച്ചതാണ്. പക്ഷെ ഇപ്പോൾ തനിക്ക് പോകാൻ സമയമായി. എബിയെ കണ്ട് ലിഫ്റ്റ് ചോദിക്കാൻ തന്നെയാണ് അവനെ കണ്ടപ്പോൾ ഓടി വന്നത്. ഓട്ടോക്കാരനാരോ മരിച്ചുകൊണ്ട് എല്ലാ ഓട്ടോക്കാരും അവിടേക്ക് പോയിരിക്കുന്നതെന്നാണ് അറിഞ്ഞ്. അതാണ് എബിയെ കണ്ടപ്പോൾ ആളൊന്ന് ഇടിവീർപ്പിട്ടുകൊണ്ട് വജ്രയുടെ കൈ കൂട്ടിപ്പിടിച്ചു. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല, എന്താണെങ്കിലും വേഗം ശരിയാക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ എബിക്ക് പിന്നിലേക്ക് കയറി. ചിരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് ധൃതിയിൽ കണ്ണു കൊടുക്കുന്നവളെ മിററിലൂടെ നോക്കി പിടയുന്ന മനസ്സിനെ ഒതുക്കി പിടിച്ചവൻ ആരോടോ വാശി തീർക്കും പോലെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തതും വജ്ര നടന്നകന്നിരുന്നു. ഒരു വാക്ക് പോലും മിണ്ടാതെ എബി എന്ന് വിളിക്കാതെ പിന്തിരിഞ്ഞു നോക്കാതെ നടന്നകന്നിരുന്നു. ശ്വാസം വലിഞ്ഞു മുറുകിയവന്. പോടി ഞാൻ. പല്ലിറുമിക്കൊണ്ട് കണ്ണു നിറയ്ക്കില്ലെന്ന വാശിയോടെ മിററിൽ നോക്കി മൗനമായി പറഞ്ഞവൻ വണ്ടിയെടുത്തു. കാതിലേക്ക് മഞ്ഞരിച്ച് കയറും പോലെയുള്ള ഈണവും വരികളും വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേട്ട് കണ്ണിറുക്കി അടച്ച് തലയിണയിൽ മുഖം അമർത്തി കിടക്കുകയായിരുന്നു എബി. മനസ്സിൽ മുഴുവനും വജ്രയുടെ കണ്ണു നിറച്ചുള്ള നോട്ടമാണ്. ചങ്കിലെന്തോ വേദന വിട്ടുപോവാ തടഞ്ഞു നിൽക്കും പോലെ. വയനാട്ടിലേക്ക് വന്നിട്ടിപ്പോൾ 2 ദിവസം കഴിഞ്ഞു. ഉറങ്ങാനാവുന്നില്ല, ഉണ്ണാനാവുന്നില്ല. എന്തിന്? തങ്ങൾ വന്നതിലുള്ള സന്തോഷം കൊണ്ട് എന്തൊരുക്കിയിട്ടും മതിയാവാത്ത എക്സൈറ്റ്മെന്റിൽ നിൽക്കുന്ന ആന്റിയോടും കുടുംബത്തോടും മനസ്സുറന്നൊന്നും ചിരിക്കാൻ പോലും പറ്റുന്നില്ല. ഉള്ളു മുഴുവൻ അവളാണ്. അവസാനം കണ്ട നാൾ താനൊന്ന് നോക്കാൻ വേണ്ടി പ്രതീക്ഷയോടെ നിന്നവളുടെ മുഖം നെഞ്ചിനെ കൊത്തി വലിക്കുകയാണ്. ആൾക്കരിയിലേക്ക് ഓടിയെത്തി നെഞ്ചോട് ചേർത്ത് പിടിച്ച് സോറി എന്ന് പറയാൻ തോന്നുന്ന നിമിഷം പ്രണവിന്റെ വാക്കുകൾ ഓർമ്മ വരും. ആളുടെ നിശബ്ദത ഓർമ്മ വരും. ഇപ്പോഴുള്ള പ്രണവിന്റെ കുടുംബ പ്രശ്നങ്ങളും അവന്റെ മാനസികാവസ്ഥയും കണക്കിലെടുത്ത് അവൾ മറ്റെല്ലാം പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കാമെന്ന കോർത്ത് തലവരിക്കും. തന്നെ മൂഡ് ഓഫ് ആന്റിക്കും മറ്റുള്ളവർക്കും ഫീൽ ചെയ്ത് തുടങ്ങും മുമ്പേ പപ്പ വാൺ ചെയ്തുകൊണ്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് എല്ലാവർക്കൊപ്പം കളിച്ചും ചിരിച്ചും ഇരിക്കാൻ. പക്ഷേ ഏച്ചിട്ടിയാൽ മുഴച്ചിരിക്കുന്ന പോലെ ആകെപ്പാടെ ചളമാവുന്ന ഭാവത്തിലേക്ക് എത്തും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാവും മുമ്പേ ആ അന്തരീക്ഷത്തിൽ നിന്നും പെട്ടെന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഈ 2 ദിവസവും ചെയ്ത്. മെല്ലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പാട്ട് ആളുടെ സാമീപ്യം അങ്ങേയറ്റം ആഗ്രഹിച്ച് ജീവൻ എടുക്കുമെന്നായപ്പോൾ ഐപോഡ് കയ്യിലെടുത്ത് ഓഫ് ചെയ്ത് ബെഡിനോരത്തേക്ക് വലിച്ചെറിഞ്ഞു. ഓടിപ്പോയി ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കിടക്കിലേക്ക് തന്നെ കയറിയിരുന്നു. ഓണാക്കാതെ ഇത്ര മണിക്കൂറുകൾ വാശി പിടിച്ചിരുന്നാണ്. ഇനി കഴിയില്ല, ആള് വിളിക്കണം, ശബ്ദം കേൾക്കണം. ഉള്ളിലെ സമ്മർദ്ദം തീർത്തില്ലെങ്കിൽ വാശി പിടിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ആന്റിയെ മറ്റും വിഷമിപ്പിച്ച് അവളെ കാണാൻ ഇന്ന് തന്നെ തിരിച്ചു പോയിരിക്കും താൻ. പപ്പയുടെ വാക്ക് കേൾക്കാതെ എടുത്തിയാറിയിട്ട് അവരെ നാണം കെടുത്തുന്ന പരിപാടിയായി പോവരുത്. വേണ്ട, ഫോണിലൂടെ ആണെങ്കിലും എല്ലാ പരിഭവം തീർക്കണം. ആൾക്ക് പറയാനുള്ളത് പറയട്ടെ. ഇനിയെങ്കിലും പ്രണവ് എല്ലാം അറിയണമെന്ന് അവൾക്ക് തോന്നില്ല എന്നുകൂടി ചോദിക്കണം. എനിക്ക് തമ്മിലിങ്ങനെ അന്യരെ പോലെ അകലെ നിൽക്കാൻ ഇനി പറ്റില്ല. അതെന്റെ വാശിയല്ല, അവകാശമാണ്. അവന്റെ അവസ്ഥയും സാഹചര്യവും നോക്കി എന്നിൽ നിന്ന് ഇനി അകന്നു നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. പല്ലിറുമി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വെപ്രാളത്തോടെ ഫോൺ ചെയ്തു. സ്ക്രീനിൽ വാൾപേപ്പറായി വെച്ചിരിക്കുന്ന ആളുടെ മുഖം കണ്ട് നോവുകറന്നൊരു ചിരിയോടെ അമർത്തി ചുംബിച്ചു. മെസ്സേജ് നോട്ടിഫിക്കേഷൻ ട്യൂൺസ് തുടർച്ചയായി കേൾക്കുമ്പോൾ നെഞ്ചുലഞ്ഞുകൊണ്ട് വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കി. ഫാമിലി ഗ്രൂപ്പ്, കോളേജ് ഗ്രൂപ്പ്, ബാഡ്മിന്റൺ ഗ്രൂപ്പ്, അങ്ങനെ പല ഗ്രൂപ്പുകളിൽ നിന്നും അനവധി മെസ്സേജസ്. വജ്രയുടേതായി ഒരേ ഒരു മെസ്സേജ് മാത്രമേ ഉള്ളൂ. പക്ഷെ 20 തവണയെങ്കിലും കോൾ വന്നിട്ടുണ്ട്. ചങ്കൊന്ന് പിടഞ്ഞു. കോൾ കട്ട് ചെയ്ത് അവഗണിച്ചത് അവളായിരുന്നെങ്കിൽ തൻ്റെ അവസ്ഥ എന്താകുമായിരുന്നേനെ? ഒരുപക്ഷെ നേരമോ കാലമോ അവസ്ഥയോ നോക്കാതെ വീട്ടിലേക്ക് കയറി ചെല്ലുമായിരുന്നില്ലേ? ഇതിപ്പോൾ 4 ദിവസമായി ഞാൻ അവളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ എങ്ങനെ? എനിക്ക് ഒരു കൈ കൊണ്ട് മുഖാമൃത്തി തുടച്ചവനും ദീർഘശ്വാസം എടുത്തു. തിങ്ങി നിറയുന്ന സങ്കടത്തോടെ വജ്രയുടെ ചാറ്റിൽ വിരൽ തൊട്ടു. ഓഡിയോ ഓപ്പണായി. എബി. കരച്ചിലടക്കി പിടിച്ച നിശ്വാസം തിങ്ങിയ തേങ്ങലോടെയുള്ള നേർത്ത വിളി. ശ്വാസം വിലങ്ങിയ പോലെ അവൻ ഇരുന്നു പോയി. കണ്ണിൽ നിന്നൊരു തുള്ളി അടർന്നു വീണു. ആ ശബ്ദത്തിൽ അവൻ അറിഞ്ഞ നിസ്സഹായത, അപേക്ഷ വാൾമുന പോലെ അവന്റെ നെഞ്ചിലേക്ക് കുത്തിയിറങ്ങി.
ഒന്നും വേണ്ടായിരുന്നു. ആളെ കേൾക്കാൻ തയ്യാറായാൽ മതിയായിരുന്നു. ആൾക്കൊരിത്തിരി സമയം കൊടുക്കാമായിരുന്നു. ഇതിപ്പോ വേദനിപ്പിച്ച് പോയില്ലേ? എന്നും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് തെറ്റിച്ചില്ലേ താൻ? അതുവരെ മനസ്സിനെ ഭരിച്ചിരുന്ന വാശിയൊക്കെ അത്യമർന്ന് ചാരമായി പോയി. വിറയലോടെ അവിടെ നമ്പറിലേക്ക് വിരലമർത്തി. തലച്ചോറിനെ തരിപ്പിച്ചുകൊണ്ട് അപ്പുറത്തും സ്വിച്ച് ഓഫ് വോയിസ് കേട്ടവനെ മുഷ്ടി ചുരുണ്ടു. കവിളലുകൾ മുഴച്ചു. മുഖം ദേഷ്യവും സങ്കടവും കൊണ്ട് മുറുകി. കണ്ണിൽ ഉരുണ്ടുകൂടിയ നീർത്തുള്ളികൾ പുറത്തു ചാടും മുമ്പേ കൈപ്പത്തി കൊണ്ട് അമർത്തി തുടച്ചു. വീണ്ടും വീണ്ടും വിളിച്ചു. അതേ മറുപടി തന്നെ. സങ്കടവും കലിയും കൊണ്ട് കണ്ണു കാണാതെ ഫോൺ ശക്തിയോടെ കട്ടിലേക്കിട്ട് കമിഴ്ന്നു കിടന്നു. നീ എന്നെ വേണ്ടാന്ന് തീരുമാനിക്കൂടി. അത്രയധികം സങ്കടവും ദേഷ്യം കൊണ്ട് അടക്കി പിടിച്ചു പറയുമ്പോൾ കണ്ണ് കലങ്ങി ചുവന്നിരുന്നു. തലയിൽ ആരോ തലോടുന്നറിഞ്ഞ ധൃതിയിൽ കണ്ണുകൾ തുടച്ചവൻ പിന്തിരിഞ്ഞു നോക്കി. പപ്പയാണ്. കണ്ണു കൂർപ്പിച്ച് നോക്കുന്നാണ്ടൊന്നും മിണ്ടാതെ അവൻ ആ മടിയിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു. ഇപ്പൊ എന്തായി ഞാൻ പറഞ്ഞ്? വാശി കാണിച്ചിട്ട് ഇപ്പൊ എന്റെ മോനെ നേരെ ചൊവ്വ ചിരിക്കാൻ പോലും പറ്റുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലേ ഒരിത്തിരി ക്ഷമ കാണിക്കാൻ, ആ പെങ്കൊച്ചിന് കുറച്ച് സമയം കൊടുക്കാൻ. അപ്പൊ ഒടുക്കത്തെ വാശി എന്റെ മോന്. എന്നിട്ടിപ്പൊ എന്തായി? അവൾക്ക് പ്രണവിനോടുള്ള സൗഹൃദത്തിൽ ഒരു പരാതിയും ഇല്ല. അവൾ അവനോട് കാണിക്കുന്ന സ്നേഹത്തിനും നിനക്കൊരു പരാതിയില്ല എന്നൊക്കെ വീമ്പ് പറച്ചിൽ മാത്രമായിരുന്നു എബി. ഭൂരിഭാഗം ചെറുപ്പക്കാരൻ ചിന്തിക്കും പോലെ നീ ചിന്തിച്ചിരുന്നില്ല എന്ന് പാപ്പക്ക് ഒത്തിരി അഭിമാനമായിരുന്നു. വജ്രയ്ക്ക് സത്യമൊന്നും അറിയില്ല. അവൾക്ക് അവനിപ്പോഴും സുഹൃത്തായ സഹോദരൻ മാത്രമാ. ആ മനോഭാവത്തിലാണ് അവൾ ഇപ്പോഴും അവനോട് പെരുമാറുന്നത്. അതിലവളെ കുറ്റം പറയാനും പറ്റില്ല. നീ ഇപ്പം അതുപോലും മറന്നാണ് വാശി കാണിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് അവൾ തെറ്റ് കാണിച്ച പോലെയാ പെരുമാറുന്നത്. ഒരുമാതിരി സ്വാർത്ഥത. അത് നിന്റെയാ. നിന്റെ ഇഷ്ടത്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. നിന്റെ താല്പര്യമാണ് ആദ്യം നോക്കേണ്ടതെന്നൊക്കെയുള്ള പിടിവാശി. അതല്ലേ സത്യം? പിന്നെ നീ അവൻ തമ്മിൽ എന്താടാ വ്യത്യാസം? പപ്പ. ദേഷ്യവും സങ്കടം കൊണ്ട് അവന്റെ ശബ്ദം ഉയർന്നു. മാത്യൂസ് കൂർപ്പിച്ച് നോക്കി. സ്വയം ബോധം വന്ന പോലെ അവൻ കണ്ണുകൾ താഴ്ത്തി അയാളുടെ കൈത്തണ്ടയിൽ ചുറ്റിപ്പിടിച്ച് കിടന്നു. അങ്ങനെയല്ല പപ്പ, ഞാനോട് തമ്മിലുള്ള ഇഷ്ടം അവനോട് പറയാൻ ഇങ്ങനെ പേടിച്ചെന്ന സമയം കാലം കാത്തിരുന്ന് ആലോചിച്ച് അതോർത്തപ്പോ എനിക്ക് എന്നെ അവൻ ഇൻസൾട്ട് ചെയ്തപ്പോ സങ്കടം പിന്നെ വാശിയായി. ഒക്കെ അറിയാവുന്നല്ലേ പപ്പയ്ക്ക്. അല്ലാതെ അവളെ എൻ്റെ ഇഷ്ടത്തിന് നിയന്ത്രിക്കണമെന്നൊക്കെ ചിന്തിക്കാൻ മാത്രം തരം താണവനാണ് ഞാനെന്ന് തോന്നലുണ്ടോ? മാത്യൂസ് ചെറിയ ചെറിയ അവൻ്റെ നിറയിൽ തലോടി. പക്ഷേ ഒന്ന് സംസാരിക്കാൻ കൂടി അവസരം നൽകാതെ അവൾ അവോയ്ഡ് ചെയ്തപ്പോൾ അതിന് അങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ടായി മോനു. നിന്റെയാണ് അവളെന്ന് നിനക്കും അവൾക്കും അറിയാം. അത് പ്രണവിനെ അറിയിക്കണമെന്ന് അവൾക്കും അറിയാം. ശാന്തമായ മനസ്സോടെ അവൾ ഡീൽ ചെയ്യട്ടെ. അതിനനുവദിക്കാതെ ഇപ്പൊ തന്നെ നടക്കണമെന്ന് വാശി പിടിച്ച് ഇത്രയും വലിയ സമ്മർദ്ദത്തിൽ അതിനെ കൊണ്ടെത്തിച്ചിട്ട് നാട് വിട്ട് പോന്നേക്കാ ഒരുത്തൻ. ആ കൊച്ചവിടെ ഏതവസ്ഥയിലായിരിക്കും നീ ചിന്തിച്ചോ? ഇതാണോടാ അതിന്റെ സ്നേഹം? ഓരക്കേടം മൂട്. ഗൗരവത്തോടെയും കളിയായി മാത്യൂസ് പറഞ്ഞു കേട്ട് നെഞ്ചിലെ ഭാരം തിങ്ങി അതൊരു തേങ്ങലായി തൊണ്ടയിൽ തടഞ്ഞു നിന്നു. മോനെ, പപ്പ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല. ഇതൊക്കെ ഇങ്ങ് എത്തിയാലേ നിന്റെ തലയിൽ കയറുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അല്ലെങ്കിലും അകന്ന് നിൽക്കുമ്പോഴേ അടുത്തുണ്ടായിരുന്നതിന്റെ വില അറിയുള്ളൂ. ആട്ടെ, ഫോൺ വലിച്ചെറിഞ്ഞല്ല കുഞ്ഞുവാൻ. എന്തേ റേഞ്ച് കിട്ടുന്നില്ലേ? എബി ഒന്ന് ഇടവിൽപ്പെട്ടു. അകന്ന് കിടക്കുന്ന ഫോണിലേക്ക് നോക്കി. ഓഫ് ചെയ്തിരിക്കാപ്പാള്. ആ ബെസ്റ്റ്, കണക്കായിപ്പോയി. ഇനി അവളും കൂടി വാശി കാണിച്ചാ അടുത്ത കാലത്തൊന്നും രണ്ടിന് ഊണുറക്കം ഉണ്ടാവില്ല. ഇതെവിടെ ചെന്ന് എത്തും എൻ്റെ ഈശോയെ? ചിരിയോടെ അയാൾ പറഞ്ഞു. എബി കണ്ണുറുക്കി നോക്കി. അവളുടെ വാശി തീർത്തു കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നോട് മിണ്ടാണ്ടിരിക്കും അവള്. എന്നാ എനിക്കൊന്ന് കാണണം. തൂക്കിക്കൊള്ളണ തെറ്റൊന്നുമല്ലല്ലോ, അത് ക്ഷമിക്കാവുന്നേ ഉള്ളൂ. ഫോൺ ഓഫ് ചെയ്ത് എത്ര നേരം ഇരിക്കാൻ പറ്റും നോക്കട്ടെ. എനിക്ക് പോകണം, നാളെ തന്നെ പോകണം. ഇനിയോടൊന്നും എനിക്ക് ഭ്രാന്ത് പിടിക്കും. അവന്റെ പറച്ചിലായിട്ട് മാത്യൂസ് കടുപ്പിച്ച് നോക്കി. എബി അലസമായി മറ്റെങ്ങോ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുക. എന്തോ എങ്ങനെ? സത്യത്തിൽ നിനക്ക് നല്ല ഒന്നാം തരം അസൂയ മോനെ. അങ്ങേയറ്റത്തെ കുശുപ്പും. നിനക്ക് ഫോൺ കട്ട് ചെയ്യാം, ഓഫ് ചെയ്യാം. അവൾക്ക് പാടില്ല അല്ലേ? നിനക്കുണ്ടല്ലോ എന്നെ പോലുള്ള ശുദ്ധാത്മാവായ കാമുകന്മാർക്ക് നീയൊക്കെ ഒരു അപമാനാടാ. പപ്പയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് മനസ്സിലുള്ള പിടപ്പ് മറച്ചു പിടിച്ച് കൃത്രിമമായ ദേഷ്യം ഭാവിച്ച റൂമിന്റെ ഗ്ലാസ് ഡോറിനരികിലേക്ക് പോയി നിന്നു. കുറച്ചപ്പുറത്ത് വിശാലമായ തേയിലത്തോട്ടം കാണാം. തന്നെ നോക്കി അതിന് നടുവിൽ അവൾ നിൽക്കുന്നുണ്ടെന്ന് തോന്നി. ഉള്ളിലെ അതിമൗനമായ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. അവളപ്പോഴും മൗനം പാലിക്കുന്നു. അസ്വസ്ഥതയോടെ പതിയെ തലയരിച്ചു. പപ്പയോടെന്ന പോലെ. അവൾക്ക് എന്നോടുള്ള വിശ്വാസം ഇല്ലാണ്ടായി കാണോ പപ്പ? വെളുത്ത കർട്ടനിൽ വിരലുകൾ മുറുകി. അവന്റെ മനസ്സും അതുപോലെ മുറുകിയിരുന്നു. പപ്പയുടെ ശബ്ദം കേൾക്കും മുമ്പേ തലയിലൊരു മൃദുവായ തലോടലറിഞ്ഞു. ചിത്രയാണ്. പിന്തിരിഞ്ഞുകൊണ്ടാൻ അമ്മയെ മുറുകെ പുണർന്നു. അത്രയ്ക്ക് ഇഷ്ട? ചിത്രയുടെ കുസൃതി നിറഞ്ഞ ചോദ്യം കേട്ട് അവനൊന്ന് ശ്വാസം നീട്ടിയെടുത്തു. പറയാനറിയില്ല അമ്മേ എത്രയ്ക്കുണ്ടെന്ന്. അമ്മയ്ക്ക് അറിയുന്നല്ലേ? മറുപടി കേട്ട് പുഞ്ചിരിയോടെ ചിത്ര അവന്റെ മുഖം കൈക്കുമ്പിളിലെടുത്തു. മാത്യൂസ് പുറകിൽ നിന്ന് ചിത്രയുടെ തോളിൽ താടിയമർത്തി ചിരിക്കുന്നുണ്ട്. ആത്മാർത്ഥമായ സ്നേഹത്തിൽ സ്വാർത്ഥത ഉണ്ടാവില്ല ബിക്കുട്ട. ഇത്ര നാളും നീ അവൾക്ക് അവളുടേതായ സ്പേസ് കൊടുത്തിരുന്നു. പക്ഷെ പക്വത കാണിക്കേണ്ട സ്ഥലത്ത് വേണമെന്ന് വെച്ചില്ലെങ്കിൽ കൂടി നീ അവളെ മനസ്സിലാക്കാൻ തയ്യാറാവാതെ വാശി കാണിച്ചു.
ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ ഉണ്ടാവരുത്. പരസ്പരമുള്ള വിശ്വാസം തകർക്കരുത്. അമ്മയുടെ മേലുള്ള പിടിമുറിക്കവൻ പതിയെ മൂളി. നിന്നെ ഒത്തിരി സ്നേഹിക്കുന്ന മോളല്ലേടാ അത്. ചുമ്മാ അതും ഇതോർത്ത് മനസ്സിലാക്കണ്ട. അവളും കാത്തിരിക്കാവും നിന്നോട് നേരിട്ട് സംസാരിക്കാൻ. അതുകൊണ്ട് നാളെ രാവിലെ നമുക്ക് തിരിക്കാം. എന്താ പോരെ? മാത്യൂസ് പറഞ്ഞു കേട്ട് ചിത്രയിൽ നിന്ന് വിട്ടുമാറിയാൻ മറ്റെങ്ങോ നോക്കി. വേണ്ട, ഇന്ന് വൈകുന്നേരം തന്നെ പോവാം. പുലർച്ചാകുമ്പോഴേക്കും അവിടെ എത്താലോ. ഇടം കണ്ടിട്ട് നോക്കി പറഞ്ഞ അവന് മാത്യൂസും ചിത്രയും കൂർപ്പിച്ച് നോക്കി. രണ്ടുപേർക്കും മുഖം കൊടുക്കാതെ ഫോൺ എടുത്ത് മേലെ പുറത്തേക്ക് വലിയാൻ തുടങ്ങുന്ന നേരം മാത്യൂസ് അവനെ പിടിച്ച് കിടക്കയിലേക്കിട്ട് കൈ കൂട്ടി പിടിച്ച് പതിവ് ഗുസ്തിക്കായി ഒരുങ്ങിയിരുന്നു. മിത്ര ചിരിയോടെ രണ്ടുപേരെയും തലയിണ കൊണ്ട് തലങ്ങും വിലങ്ങും അടിച്ചു. ആ ബഹളത്തിനിടയിലും എബിയുടെ മനസ്സിൽ അവൾ ഫോൺ ഓഫാക്കി വെച്ചതോർത്ത് പറയാനറിയാത്തൊരാശങ്ക അലഞ്ഞു നടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.